എന്തുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിച്ചിട്ടും ഇറാനെ ആക്രമിക്കാതെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിലാണ് ഈ ട്രംപിൻ്റെ 2 ആഴ്ചത്തെ ഡെഡ്ലൈൻ കിടക്കുന്നത്. ഇറാനെ പറ്റി അമേരിക്കയ്ക്കും ലോകത്തിനും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അറിയാൻ പാടില്ല എന്നറിയാവുന്ന കാര്യങ്ങളുണ്ട്. നോൺ അൺനോൺ എന്ന് പറയും. തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നറിയാം. ഈ അറിയാൻ പാടില്ല എന്നറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. അവർക്ക് മിസൈൽ ടെക്നോളജി അവരുടെ വളരെ നന്നായിട്ട് മിസൈൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് എന്നവർ അറിയാം. അവരുടെ കയ്യിൽ പലതരത്തിലുള്ള മിസൈൽസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് അമേരിക്കയ്ക്കോ ലോകത്തിനോ കൃത്യമായി അറിയില്ല. അതറിയില്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോഴാണ് ഇസ്രായേലിലേക്ക് ഹൈപ്പർസോണിക് മിസൈൽ വന്ന് വീഴുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുവരെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയൺ ഡോമിന് തടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ. പക്ഷെ അതങ്ങനെയല്ല. അവർ അതിൻ്റെ ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടത്. ഇനിയും ഒരു ആക്രമണം ഉണ്ടായാൽ തടയാനുള്ള മിസൈൽസ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അവരുടെ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചു, അവരുടെ മിസൈൽ ഫാക്ടറികൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെരിഫൈഡ് വാർത്തകളല്ല, അവരുടെ ക്ലെയിം മാത്രമാണ്. എന്താണ് നശിപ്പിച്ചത്, അവരുടെ എത്ര ശേഷി നശിപ്പിച്ചു എന്ന വിവരങ്ങൾ ആരുടെയും കയ്യിലില്ല. ഇപ്പം ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ആക്രമണം നടത്തിയാൽ വിത്തിൻ 3 വീക്സ് 3 ആഴ്ചയ്ക്കുള്ളെങ്കിലും അവർക്കത് തിരിച്ചെടുക്കാൻ കഴിയുന്ന അത്ര ഡാമേജസ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റിയെക്കുറിച്ചുള്ള ചില അറിവില്ലായ്മകൾ, ആ അറിവില്ലായ്മ അതറിയില്ല എന്നുള്ളത് അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും അറിയാം.